നമുക്കൊരു ഓട്ടട ഉണ്ടാക്കിയെടുത്താലോ? പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമ്മൾക്ക് ഇതുപോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ? അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ് ചക്ക വേവിച്ചതാണ്. ഞാൻ ചക്ക നല്ലപോലെ ഒന്ന് വേവിച്ച് എടുത്ത് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾക്ക് ആവശ്യത്തിനുള്ള ചക്ക കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ വേവിച്ച് വെച്ച ഈ പാത്രത്തിലാക്കിയ ചക്ക മൊത്തം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 300 ഗ്രാം ചക്ക ഉണ്ടാവും കേട്ടോ വേവിച്ച് വെച്ചത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചക്കയിൽ മധുരമൊന്നും ചേർക്കാതെയാണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ ചക്ക ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മാവിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കൈ വെച്ചിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആ ചക്കയിലിരിക്കുന്ന വെള്ളം മാത്രം മതി നമുക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കണം. അപ്പോഴാണ് നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടും ഉണ്ടാവുക, അതേപോലെ നല്ല ടേസ്റ്റും ആയിട്ടും ഉണ്ടാവുക. നമ്മൾ ചേർത്തിരിക്കുന്ന ചക്ക മാവിലൊക്കെ പിടിച്ച് നല്ലപോലെ നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ ഞാനെല്ലാം നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ഞാൻ ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒരു വലിയ തേങ്ങയാണ്. അതിലേക്ക് ഒരു അച്ച് ശർക്കര ചീവിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിതിൽ ഏലക്കായ ചേർക്കാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കായ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. ഒരു വാഴയില എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മാവ് നമ്മൾക്ക് ചേർത്ത് കൊടുക്കണം. കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മുടെ അരികത്ത് വെക്കണം. ഒരു പച്ചവെള്ളം മതി. ഇനി അത് നമ്മുടെ കൈ പച്ചവെള്ളത്തിൽ മുക്കി ഇതിലേക്ക് ഒന്ന് തൊട്ട് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കണം. നല്ല നേരിയതായിട്ട് പരത്തിയെടുക്കണം. ഇത് നമുക്ക് എത്രത്തോളം നേരിയതായി പരത്തിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം നേരിയതായി പരത്തിയെടുക്കുമ്പോഴാണ് നമ്മുടെ അട നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വെള്ളം കൂട്ടിയിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ പരത്തിയെടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ അട റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ കൈ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. ഇപ്പോൾ ഓട്ടടയൊന്നും ആരും ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. മാത്രമല്ല നല്ല ടേസ്റ്റുള്ള ഒരു അട കൂടിയാണ്. അപ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയും ശർക്കരയും ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് മടക്കിയെടുക്കുക. അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനെല്ലാം ഇത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഈ മാവ് കുറച്ചെടുത്തിട്ട് ഇതുപോലെ നമുക്ക് ചെയ്ത് ഒന്ന് നമ്മുടെ കൈ വെള്ളത്തിൽ മുക്കി ഇതുപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. ചക്ക മാത്രമല്ല, ചക്കയ്ക്ക് പകരം നമുക്ക് നേന്ത്രപ്പഴമൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ടേസ്റ്റുള്ള അടയാണിത്. ഇതുപോലെ നല്ല പോലെ നേർത്ത് നമുക്ക് പരത്തിയെടുക്കണം. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാവും. പണ്ട് കാലം മുതൽ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ നമ്മൾക്ക് ഉണ്ടാക്കി തന്നിരുന്ന ഒരു ഓട്ടടയാണിത്. അപ്പം ഞാനെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം. അപ്പം ഞാനതിനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. അതിനുശേഷം ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളുടെ അട പാത്രത്തിലേക്ക് വെച്ച് ഇത് ചുട്ടെടുക്കുകയാണ് വേണ്ടത്. ഒരു 2 മിനിറ്റ് ഒന്ന് ഒരു ഭാഗം ചൂടായതിന് ശേഷം പിന്നെ നമുക്ക് തിരിച്ചിടാം. ഒരു 2-3 പ്രാവശ്യം തിരിച്ചിട്ട് നമുക്ക് ഈ അട ചുട്ടെടുക്കാവുന്നതാണ്. അടയുടെ ഒരു ഭാഗം നല്ലപോലെ വെന്ത് വരുമ്പോൾ തന്നെ ഇത് നമുക്ക് ഈ ഇലയിൽ നിന്ന് ഈ അട വിട്ട് വരും. അതാണ് അതിൻ്റെ പാകം. അപ്പം നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ച് കൊടുത്ത് നമുക്ക് ചുട്ടെടുക്കാം. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ അട റെഡിയായി കിട്ടും. ഇതിൽ എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. നമ്മൾക്ക് ഇപ്പോൾ ഷുഗറും ഒക്കെ കൊളസ്ട്രോളും ഷുഗറൊക്കെ ഉള്ളവരാണ് എങ്കിൽ നമുക്കിതിലേക്ക് ശർക്കര ചേർക്കേണ്ട ആവശ്യമില്ല. ശർക്കര ചേർക്കാതെ തന്നെ നമുക്ക് ഈ അട ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ആർക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടയാണ്. അപ്പോൾ ഞാനിതെല്ലാം ഒരുപോലെ ചുട്ടെടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് നമ്മൾ ഈ അടയൊക്കെ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാ അടയും ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ അട റെഡിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പോലെ വെന്ത് നല്ല പോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഇലയിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് പാത്രത്തിലേക്ക് മാറ്റി ഇടാനും പറ്റും.
ഈ അട ചൂടോടെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓട്ടട ഇതുവരെ ഉണ്ടാക്കാത്ത ആൾക്കാരാണ് എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അധികം ആൾക്കാർക്കും ഉണ്ടാക്കിയെടുക്കാൻ അറിയാമായിരിക്കും, എങ്കിലും അറിയാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ടേസ്റ്റുള്ള ഒരു അടയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ടുള്ളത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നാടൻ വിഭവങ്ങളാണ് ഞാൻ കൂടുതലും ഇടാറ്. നാട്ടിൻപുറത്ത് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ അധികവും നമ്മുടെ വിഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാറും. അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക കേട്ടോ.